കോഴിക്കോട് നിന്ന് ഒരു വാർത്ത വരുന്നു. കോഴിക്കോട് പുതുപ്പാടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. മണൽവയൽ പുഴങ്കുന്നുമ്മൽ റമീസാണ് മാതാവ് സഫിയയെ ആക്രമിച്ചത്. ആക്രമണത്തിൽ സഫിയയുടെ കൈക്ക് പരിക്കേറ്റു. റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഇയാൾ ലഹരിക്ക് അടിമയാണോ? ഈ അമ്മയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണോ? റോഷനി, അമ്മയുടെ കൈക്കാണ് പരിക്ക് പറ്റിയത്. അമ്മയെ താമരശ്ശേരിയുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ 21 വയസ്സുള്ള റമീസിനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. റമീസ് ലഹരി മരുന്നിന് അടിമയാണെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. കുടുംബാംഗങ്ങളും നാട്ടുകാരും പറയുന്നത് അങ്ങനെയാണ്. 2 തവണ ഡി അഡിക്ഷൻ സെന്ററിനെ ഈ റമീസിനെ കൊണ്ടുപോയിരുന്നു എന്ന് പറയുന്നു. 21 വയസ്സ് മാത്രമേ റമീസിന് പ്രായമുള്ളൂ. വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഉമ്മയുമായി വാക്കേറ്റം നടക്കുന്നു. ഇതിനിടയിലാണ് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഉമ്മയെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. പരിക്ക് ഗുരുതരമല്ല, കൈക്കാണ്. അതായത് കുത്തുന്ന സമയത്ത് കൈ കൊണ്ട് തടയുകയോ മറ്റോ ചെയ്തപ്പോഴാണ് കൈക്ക് ഈ പരിക്കേൽക്കുന്നത്. ഉടൻ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനു മുൻപ് ഈ പുതുപ്പാടിൽ തന്നെ ഉമ്മയെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഭാര്യ ഷിബിലെ കൊലപ്പെടുത്തിയ യാസിറിന്റെ സംഭവം ഈ പുതുപ്പാടി താമരശ്ശേരി മേഖലയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് 3ാമതും ഒരു കുറ്റകൃത്യം കൂടി പുതുപ്പാടി കേന്ദ്രീകരിച്ച് നടന്നിരിക്കുകയാണ്. അന്നത്തെ ഈ ഷിബില വധക്കേസിന് ശേഷം, ഒപ്പം തന്നെ ഈ ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖിന്റെ സംഭവത്തിന് ശേഷമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും പോലീസിന്റെ പരിശോധനകളും ബോധവൽക്കരണമൊക്കെ തന്നെ ഈ പുതുപ്പാടി താമരശ്ശേരി മേഖലയിൽ നടന്നതാണ്. ഇതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ ഒരു ഉമ്മയ്ക്ക് നേരെ മകൻ്റെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 21 വയസ്സ് മാത്രം പ്രായമുള്ള റമീസാണ് ഉമ്മയെ ആക്രമിച്ചിരിക്കുന്നത്. കത്തി ഉപയോഗിച്ച് ഈ ലഹരിയുടെ മയക്കത്തിൽ ഉമ്മയെ ആക്രമിച്ചതാണ് അറിയാൻ ലഭിക്കുന്ന വിവരം. ഏതായാലും റമീസ് ഇതിനു മുൻപ് 2 തവണ കുടുംബാംഗങ്ങൾ തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ ഈ 21 വയസ്സുകാരനാക്കിയിരുന്നു. പക്ഷേ വീണ്ടും ലഹരിക്ക് അടിമയായി ഉമ്മയെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് റമീസിന് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. റോഷ്നി, ശരി. സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.